ഈ വർഷത്തെ വിഷുവിന് ഞങ്ങളൊരു മൂവിയാണ് പ്ലാൻ ചെയ്തത്. അനാലിയയുടെ ഫസ്റ്റ് മൂവിയാണ്. ഞാൻ കുറേ ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു 2-2.5 വർഷത്തിന് ശേഷമാണ് ഞാനൊരു മൂവി കാണുന്നത്. അപ്പം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, അവൾ അടങ്ങിയിരിക്കുമോ ബഹളം വയ്ക്കുമെന്ന്. പക്ഷെ ഭയങ്കരമായിട്ട് ആളെ എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു മൂവീനെ. അതായത് ബാഡായിട്ടല്ല, മൂവിയിൽ ഓരോ സീൻസ് വരുമ്പോഴും അവൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ബ്രേക്കിൻ്റെ ടൈം വന്നപ്പം ഞങ്ങൾ പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങി. ഒരുപാട് നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് അവൾക്ക് ഓടിക്കളിക്കാനായിട്ട് ഒത്തിരി സ്ഥലമുണ്ടായിരുന്നു. അവൾ നല്ലോണം എൻജോയ് ചെയ്തു, ഫുൾ ടൈം അതിലൊക്കെ ഓടുമായിരുന്നു. പിന്നെ ഞങ്ങൾ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് അകത്ത് കയറി. ദെൻ മൂവി അതിലൊരു ഫൈറ്റിംഗ് സീനുണ്ട്. ആ സീനിൻ്റെ ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് സീറ്റിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ ചാടുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഒരു പട്ടിയുണ്ട്, അപ്പോൾ അതിനെ കണ്ടപ്പോൾ ജാക്കി ജാക്കി എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൂവിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അവൾ ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പിയായി. നല്ല ടയേർഡായിട്ട് ആൾ കിടന്നുറങ്ങുകയാണ്. അതായത് വണ്ടിയിൽ വെച്ച് തന്നെ ആൾ ഉറങ്ങി. അതുകൊണ്ടാണ് ആ സെയിം ഡ്രസ്സിൽ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കിടത്തി. വന്നപ്പോൾ ഒരു 8 മണി 9 മണിയൊക്കെ ആയി തിരിച്ചു വന്നപ്പോൾ. പിന്നെ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേയിൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ്. ഏതാ ഒടിഞ്ഞു പോയ? അയ്യോ, ഡ്രാഗൺ ഫ്രൂട്ട് നശിപ്പിച്ച്. എൻ്റെ ദൈവമേ, എത്ര നാളും കൊണ്ട് പൊന്നുപോലെ കൊണ്ടുവന്നാണ് പിക്കപ്പ് വെച്ച് ഇടിച്ച് നശിപ്പിച്ച്. അമ്മ ഇങ്ങ് വരട്ടെ, ഇപ്പൊ കിട്ടിക്കോളേ. അമ്മേ വേണ്ടേ, ചേട്ടൻ നശിപ്പിച്ചേ, ഓടി വായോ. ചക്കരമുത്ത്, പിന്നെ ചക്കരമുത്തിന് വില വെച്ചാൽ മതിയല്ലോ. ഞങ്ങളിതാ പിക്കപ്പിനാണ് പോകുന്നത്, വഴി വരെ കേട്ടോ. എന്നിട്ട് അവിടുന്ന് ബസ്സിന് പോകും. എൻ്റെ ബാഗിയും തന്നെ എടുത്ത് മിഠായി എടുത്ത് കഴിച്ചതാ. അമ്മയ്ക്ക് ഇതേ വള ഇട്ടില്ല എന്നുള്ള സങ്കടം, വളയിടാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു ഞാൻ പയ്യൻ നടന്നു വന്നോളാം. നീ ഇവിടെ ഒരു ഓവുചാലോ വെള്ളം ഇങ്ങനെ ഒഴുകുന്നൊരു സംഭവം വീഴല്ലേ മല. അയ്യോ, ഞങ്ങള് ആര്യയുടെ അവിടെ നിന്ന് എടുത്ത സാരിക്ക് ബ്ലൗസ്, സാരിയുടെ ബ്ലൗസിന് ഒരു ലൈനിങ് തുണി വാങ്ങിക്കണം. പിന്നെ നൈറ്റി എനിക്ക് വാങ്ങിക്കണം, അമ്മയ്ക്ക് നൈറ്റി തുണി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. അപ്പോൾ ചേട്ടൻ സൈറ്റിലേക്ക് പോവായിരുന്നു വണ്ടിയിൽ. അപ്പോൾ ഞങ്ങൾ താഴെ ഇറക്കാവോ എന്ന് ചോദിച്ചു, അങ്ങനെ ഇറക്കി. ഇനി 12:45 12:40 ആകുമ്പോഴാണ് ബസ് വരുന്നത്. തിരിച്ച് 2 മണിയാകുമ്പോൾ ഇങ്ങോട്ട് ബസ്സുണ്ട്. അപ്പം 12:45 ബസ്സിന് പോയിട്ട് തിരിച്ച് 2 മണിയുടെ ബസ്സിന് വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. ഇവൾ കൂടെ ഉള്ളതുകൊണ്ട് ഷോപ്പിംഗ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എപ്പോഴും ഫുൾ ടൈം ഇവളുടെ കൂടെ തന്നെ നിൽക്കണം. ഓരോ സ്ഥലത്തും അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം പെറുക്കി എടുക്കും, ഓടി റോഡിലേക്ക് പോകും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവളെ കൊണ്ട്. പിന്നെ അമ്മ നൈറ്റി തുണി എടുത്തു, അതാണ് കാണിക്കുന്നത്. 5 തുണി എടുത്തു. പിന്നെ ബ്ലൗസിന് ലൈനിങ് തുണി എടുത്തു. എനിക്ക് ഫ്രോക്ക് നൈറ്റി തയ്ക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇവളെ ഭയങ്കര എന്താ പറയുക, ഓട്ടോ ഒക്കെ ആയതുകൊണ്ട് ഇവളെ പുറകെ ആയിരുന്നു എനിക്ക് ടൈം കിട്ടിയില്ല. എല്ലാവരും ചോദിക്കും, വീട്ടിൽ ഇത്രയും വണ്ടി കിടന്നിട്ട് നമ്മളെന്തിനാണ് ബസ്സിൽ പോകണമെന്ന്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഗേൾസിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ആണുങ്ങളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അവർക്കൊരു എന്താ പറയുക, ക്ഷമ ഉണ്ടാവില്ല, പെട്ടെന്ന് വന്നു. ഇപ്പോൾ ഈ കാണിക്കുന്ന 3 ടോപ്പ് ഞാൻ എടുത്തത് എനിക്ക് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി, യെല്ലോയും ബ്ലാക്കും ഈ ബ്ലൂവും കേട്ടോ. അപ്പം ചേട്ടൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടൻ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പം വരുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ തന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഷോപ്പ് ചെയ്ത് ഇങ്ങനെ നടക്കാമല്ലോ.